എല്ലാവർക്കും നമസ്കാരം. ടെമ്പസ്റ്റ് 2 ഒറിജിനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നിങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നത് +2 ബോട്ടണിയിലെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഭാഗങ്ങളാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു രീതിയാണ് ഇതിലൂടെ കൊടുക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ആദ്യം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കവർ ചെയ്യുന്നത്. ആന്തർ വാൾ ലെയേഴ്സ്, 4 വാൾ ലെയേഴ്സ് ആണ് ആന്തറിൽ പറയുന്നത്. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡ് ലെയേഴ്സ്, ടപ്പീറ്റം. ആദ്യത്തെ 3 ലെയേഴ്സിന് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനും പൊള്ളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്ന ഫംഗ്ഷനുമാണെങ്കിൽ ഇന്നർമോസ്റ്റ് ലെയറായിട്ടുള്ള ടപ്പീറ്റത്തിന് ന്യൂട്രീറ്റീവ് ഫംഗ്ഷനാണ്. ഡെവലപ്പിംഗ് മൈക്രോസ്പോർ മദർ സെല്ലിന് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് പൊള്ളൻ ഗ്രെയിൻ. പൊള്ളൻ ഗ്രെയിനിൻ്റെ ഘടനയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ബിഗ്ഗർ വെജിറ്റേറ്റീവ് സെല്ലും സ്മോളർ ജനറേറ്റീവ് സെല്ലും ഉൾപ്പെടുന്ന 2 സെൽഡ് സ്റ്റേജ് ആണ് പൊള്ളൻ ഗ്രെയിനിന് പൊതുവെ ഉള്ളത്. നെക്സ്റ്റ് സ്പോറോപൊള്ളനിൻ, ദ കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ എക്സൈൻ സർഫസ് ഓഫ് പൊള്ളൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ആസിഡിലോ കെമിക്കൽസിലോ എൻസൈമാറ്റിക് ആക്ഷനിലോ ഒന്നും നശിക്കാത്ത പദാർത്ഥമാണ് സ്പോറോപൊള്ളനിൻ. ഫോസിൽ സ്പെസിമെൻസായി പൊള്ളൻ ഗ്രെയിൻ പ്രിസർവ് ചെയ്യപ്പെടുന്നതിന് കാരണം ഈ പറയുന്ന എക്സൈൻ സർഫസിലുള്ള സ്പോറോപൊള്ളനിൻ്റെ പ്രസൻസ് ആണ്. നെക്സ്റ്റ് പൊള്ളൻ അലർജി. ചില പ്ലാന്റ്സിൻ്റെ പൊള്ളൻ ഗ്രെയിൻസ് അലർജിക് ഡിസീസ് ഉണ്ടാകുന്നു. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു, പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ്. ഇത് പ്രധാനമായിട്ടും മനുഷ്യരിൽ ബ്രോങ്കൈറ്റിസും ഹേ ഫീവറിനും കാരണമാവുകയാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓവ്യൂളിൻ്റെ ഘടനയാണ്. അതിൽ പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫ്യൂണിക്കിൾ, ഹൈലം, എംബ്രിയോസാക്ക്, ന്യൂസില്ലസ്, ചലാസൽ റീജിയൻ, ഇൻഡെഗുമെൻസ്. ലേബൽ ചെയ്യാനായി എക്സാമിനേഷന് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് പൊള്ളൻ ബാങ്ക്. പൊള്ളൻ ഗ്രെയിൻസ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ ഇയേഴ്സ് ഇൻ ലിക്വിഡ് നൈട്രജൻ. പൊള്ളൻ ഗ്രെയിൻസ് വളരെ കാലം ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസ് സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് പൊള്ളൻ ബാങ്ക്. ഇത് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു. പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പൊള്ളൻ ബാങ്ക്. അഞ്ചാമത്തെ പോയിന്റ് മെഗാസ്പോറോജെനസിസ്. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ ബൈ മിയോസിസ്. മിയോട്ടിക് ഡിവിഷനിലൂടെ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് 4 മെഗാസ്പോർസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ് മെഗാസ്പോറോജെനസിസ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 6th പോയിന്റ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇതിൻ്റെ എയിം എന്താണ്? അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഓഫ് ന്യൂ വെറൈറ്റീസ് ഫോർ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ്സ്. ഇതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇമാസ്കുലേഷൻ, ബാഗിംഗ്, റീബാഗിംഗ്. 3 സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. ഇമാസ്കുലേഷൻ, റിമൂവൽ ഓഫ് ആന്തേഴ്സ് ബിഫോർ ഡെയ്സൻസ്. ബാഗിംഗ്, ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ച് സ്റ്റിഗ്മ കവർ ചെയ്യുന്ന രീതിയാണ് ബാഗിംഗ്. റീബാഗിംഗ്, ഡിസൈഡ് പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ ഡസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ബാഗ് ചെയ്തതിനെയാണ് റീബാഗിംഗ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. നെക്സ്റ്റ് പൊളിനേഷൻ. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ആന്തറിൽ നിന്ന് പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് മാറ്റപ്പെടുന്ന സംവിധാനമാണ് പൊളിനേഷൻ. അതിൽ ഓട്ടോഗമിയും ഗൈഡ്നോഗമിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരേ ഫ്ലവറിലേക്ക് തന്നെയാണ് പൊള്ളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഓട്ടോഗമി എന്നാണ് പറയുന്നത്. വയോള, കമലിന, ഓക്സാലിസ്. ഇത്തരം പ്ലാന്റ്സിൽ 2 തരം ഫ്ലവേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്ലീസ്റ്റോഗമസ് ആൻഡ് കാസ്മോഗമസ്. ക്ലീസ്റ്റോഗമസ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത ഫ്ലവർ ബട്ട് നോട്ട് ഓപ്പൺ എന്നുള്ളതാണ്. കാസ്മോഗമസ് ആന്തറൻ സ്റ്റിഗ്മ എക്സ്പോസ്ഡ് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അതിൽ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഗൈഡ്നോഗമി. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിൻ്റെ മറ്റുള്ള ഫ്ലവേഴ്സിലേക്ക് പൊള്ളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനത്തെയാണ് ഗൈഡ്നോഗമി എന്ന് പറയുന്നത്. ഇതിലൊരു പ്രത്യേകതയുണ്ട്,
ഇതിലൊരു ചോദ്യം സ്ഥിരമായിട്ട് വരികയും ചെയ്യാറുണ്ട്. ഗൈഡ്നഗം ഈസ് എ ഫങ്ഷണൽ ക്രോസ് പൊളിനേഷൻ ബട്ട് നോട്ട് ജനറ്റിക്കലി എന്നുള്ളൊരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പൊള്ളൻ്റെയും സ്റ്റിഗ്മയുടെയും ജീനോടൈപ്പ് സിമിലർ ആണ് എന്നുള്ളൊരു പോയിന്റ്, അതുപോലെ തന്നെ പൊളിനേഷൻ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് നടക്കുന്നു എന്നുള്ളതും പ്രത്യേകം പറയുകയാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി. നെക്സ്റ്റ്, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. എന്തിനാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് അല്ലെങ്കിൽ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിൻ്റെ എയിം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് സെൽഫ് പൊളിനേഷൻ ആൻഡ് പ്രൊമോട്ട് ക്രോസ് പൊളിനേഷൻ എന്നുള്ളതാണ്. അതായത് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സിലുള്ള ചില സംവിധാനങ്ങളാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. 4 പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ, ആന്തർ ആൻഡ് സ്റ്റിഗ്മ മെച്ചുർ അറ്റ് ഡിഫറെൻറ്റ് ടൈം, സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി, പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് വിൻഡ് പൊളിനേറ്റഡ് ഫ്ലവേഴ്സ്. ഇവിടെ 4 പോയിന്റ് കൊടുത്തിരിക്കുന്നു. സ്റ്റിഗ്മ ഈസ് ഫെദറി, പൊളൻ ഗ്രെയിൻസ് ആർ നോട്ട് സ്റ്റിക്കി, സിംഗിൾ ഓവ്യൂൾ ഇൻ എൻ ഓവറി, സ്മോൾ ഫ്ലവേഴ്സ് ആർ പാക്ഡ് ഇൻ ടു ഇൻഫ്ലോറസൻസ്. ഇത്രയും പോയിന്റുകൾ ഇതിൽ പ്രത്യേകം നോക്കേണ്ടതാണ്. ഫീച്ചേഴ്സ് ഓഫ് ഇൻസെക്റ്റ് പൊളിനേറ്റഡ് ഫ്ലവേഴ്സ്. ഇവിടെയും 4 പോയിന്റ് കൊടുത്തിരിക്കുന്നു. പൊളൻ ഗ്രെയിൻസ് ആർ സ്റ്റിക്കി, ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് സെൻഡ് ആൻഡ് നെക്ടർ, സ്മോൾ ഫ്ലവേഴ്സ് ആർ പാക്ഡ് ഇൻ ടു ഇൻഫ്ലോറസൻസ്, ഫ്ലവേഴ്സ് ആർ ലാർജ് ആൻഡ് ബ്രൈറ്റ്ലി കളേർഡ്. ഇത്രയും പോയിന്റുകൾ മാത്രം ഇതിൽ നോക്കിയാൽ മതിയാകും. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് വാട്ടർ പൊളിനേറ്റഡ് ഫ്ലവേഴ്സ്. പൊളൻ ഗ്രെയിൻസ് ആർ പ്രിവെൻറ്റഡ് ഫ്രം വെറ്റിംഗ് ബൈ മ്യൂസിലേജിനസ് കവറിംഗ്, ഒരു പോയിന്റായി. ഫ്ലവേഴ്സ് ആർ നോട്ട് കളർഫുൾ, ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ. ഇത്രയും പോയിന്റ്സ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ഡബിൾ ഫെർട്ടിലൈസേഷനാണ്. സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനുമാണ് ഇതിൽ 2 പ്രോസസ്സ്. സിംഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് വിത്ത് എഗ് സെൽ ആൻഡ് ഫോം സൈഗോട്ട്. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് വിത്ത് 2 പോളാർ ന്യൂക്ലിയൈ ആൻഡ് ഫോം പെൻ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഈ 2 പ്രക്രിയ നടക്കുന്നത് എംബ്രിയോ സാക്കിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ്, സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. ഇവിടെ 4 സ്റ്റേജുകൾ പ്രത്യേകമായി കൊടുത്തിരിക്കുന്നു. പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ സ്റ്റേജ്, ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ്, മെച്വർ സ്റ്റേജ്. അവിടെ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നു, അതും ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, സീഡ് ഡോർമൻസി. എന്താണ് സീഡ് ഡോർമൻസി? ഇറ്റ് ഈസ് ദ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് സീഡ് എന്ന് പറയുന്നതാണ്. ഒരു സീഡ് ജെർമിനേഷൻ മുൻപുള്ള അവസ്ഥയാണ് സീഡ് ഡോർമൻസി. പലവിധ കാരണങ്ങളും സീഡ് ഡോർമൻസിക്ക് പറയാറുണ്ട്. ഹാർഡ് സീഡ് കോട്ട്, പ്രസൻസ് ഓഫ് ഇൻഹിബിറ്ററി കെമിക്കൽസ്, ഇമേച്ചർ എംബ്രിയോ തുടങ്ങിയവയാണ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രൂട്ട്സ്. റൈപ്പൻഡ് ഓവറി, അതിനെയാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. 3 തരം ഫ്രൂട്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ട്രൂ ഫ്രൂട്ട്, ഇറ്റ് ഡെവലപ്സ് ഫ്രം ഓവറി. ഫോൾസ് ഫ്രൂട്ട്, ഇറ്റ് ഡെവലപ്സ് ഫ്രം തലാമസ്. ആപ്പിൾ, കാഷ്യൂ, സ്ട്രോബെറിയിലെല്ലാം ഫോൾസ് ഫ്രൂട്ട് ആണ്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അത്തരം ഫ്രൂട്ട്സ് സീഡ്ലെസ് ആയിരിക്കുമെന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നാച്ചുറൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ബനാനയാണ്. നെക്സ്റ്റ്, ഇവിടെ ഒരു എംബ്രിയോ സാക്കിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നു. 2 സ്ഥലങ്ങളിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒരു പിക്ചറാണിതിൽ. ഏറ്റവും ആദ്യം എയിൽ ട്രിപ്പിൾ ഫ്യൂഷനാണ്, ബിയിൽ സിംഗമിയാണ്. ഇങ്ങനെയും ചോദ്യം വരാറുണ്ട്. ഇവിടെ ഡൈക്കോട്ട്, മോണോക്കോട്ട് എംബ്രിയോൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ലേബൽ ചെയ്യാനായിട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഈ 3 പിക്ചേഴ്സും വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഡൈക്കോട്ട് എംബ്രിയോ, LS ഓഫ് മെച്ചർ, ഗ്രാസ് എംബ്രിയോ, സ്ട്രക്ചർ ഓഫ് മോണോക്കോട്ട് സീഡ്. ഈ പിക്ചേഴ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, പെരിസ്പേം. ഇറ്റ് ഈസ് ദ റെമനൻസ് ഓഫ് ന്യൂസില്ലസ്. ബ്ലാക്ക് പെപ്പറിലും ബീറ്റിലും ആണ് ഇത്തരം ന്യൂസില്ലസിൻ്റെ അവശേഷിപ്പ് കാണുന്നത്. അതിനെ പെരിസ്പേം എന്നാണ് പറയുക. നെക്സ്റ്റ്, ഫിലിഫോം അപ്പാർട്ടസ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സെല്ലർ തിക്കനിങ് ഫൗണ്ട് ഓൺ സൈനർജിഡ് എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു? ഇറ്റ് ഗൈഡ്സ് പൊളൻ ട്യൂബ് ഇൻ ടു സൈനർജിഡ്. നെക്സ്റ്റ്, അപ്പോമിക്സിസ്. ഇറ്റ് ഈസ് ദ
അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ്. ഇവിടെ സീഡ് ഉണ്ടാകുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ്. സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. നെക്സ്റ്റ്, പോളി എംബ്രിയോണി. എന്താണ് പോളി എംബ്രിയോണി? ഇറ്റ് ഈസ് ദ ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്. ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് കാണുന്ന ഒരു കണ്ടീഷനാണ്. ന്യൂസിലാർ പോളി എംബ്രിയോണി പ്രധാനമായിട്ടും സിട്രസ് മാംഗോയിലാണ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നത്. നെക്സ്റ്റ്, ഓൾഡസ്റ്റ് വയബിൾ സീഡ്സ്. പ്രധാനമായിട്ടും 10,000 ഇയേഴ്സ് പഴക്കമുള്ള ലൂപ്പിനസ് ആർക്ടിക്കസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. 2000 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഡേറ്റ് പാം, ഫീനിക്സ് ഡാക്ടിലിഫറ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തോട് കൂടിയിട്ടുള്ള ഒന്നാണ് ഈ ഡേറ്റ് പാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഇതിലാദ്യം റെസ്ട്രിക്ഷൻ എൻസൈം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കട്ട് സ്പെസിഫിക് സീക്വൻസ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഒരു പ്രത്യേക DNA സീക്വൻസിൽ കട്ട് ചെയ്യുന്നതിനാണ് ഇത്തരം എൻസൈം ഉപയോഗിക്കുന്നത്. ഇവിടെ ഈക്കോ R1 എന്നൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ബാക്ടീരിയം എസ്ചെറിഷ്യ കൊളൈ RY13. ഇതിൽ പ്രധാനമായിട്ടും ഓരോ ലെറ്റേഴ്സും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. E റെപ്രസെൻറ്റ് ജീനസ്, CO റെപ്രസെൻറ്റ് സ്പീഷ്യസ്, R strain of bacterium, Roman letter 1 represents order in which enzyme is isolated. It recognizes 6 base pair sequence called as palindromic sequence. ഇത് തിരിച്ചറിയുന്ന റെക്കഗ്നൈസ് ചെയ്യുന്ന സീക്വൻസിനെ പാലിൻഡ്രോമിക് സീക്വൻസ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ്, എക്സോന്യൂക്ലിയസ് ആൻഡ് എൻഡോന്യൂക്ലിയസ്. ഇവിടെ എക്സോന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കട്ട് അറ്റ് എൻഡ്സ് ഓഫ് DNA. Endonuclease, it is used to cut within DNA sequence. Next, gel electrophoresis. This method is used to separate cut DNA fragments under electric field. High voltage apply ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡിലെ DNA ഫ്രാഗ്മെൻറ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ജെൽ അഗാറോസ് ജെല്ലാണ്. സ്റ്റെയിൻ എഥിഡിയം ബ്രോമൈഡാണ് ഉപയോഗിക്കുന്നത്. DNA ഒബ്സർവ്ഡ് ആസ് ഓറഞ്ച് കളറുടെ ബാൻഡ്സ് അണ്ടർ UV ലൈറ്റ്. ഇനി മറ്റൊരു കാര്യം, എലൂഷൻ. DNA കട്ട് ഔട്ട് വിത്ത് ജെൽ ആൻഡ് ആർ സെപ്പറേറ്റഡ്. DNA ജെല്ലോടുകൂടി കട്ട് ചെയ്തെടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എലൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലോണിംഗ് വെക്ടർ. എന്തിനാണ് ക്ലോണിംഗ് വെക്ടർ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്യാരി ഫോറിൻ ജീൻസ് ആൻഡ് ട്രാൻസ്ഫർ ടു ഹോസ്റ്റ് ഓർഗാനിസം. ഫോറിൻ ജീനിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലോണിംഗ് വെക്ടർ ഉപയോഗിക്കുന്നത്. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്: ഒറിജിൻ ഓഫ് റീപ്ലിക്കേഷൻ. ഇറ്റ് ഈസ് ദ ഇനീഷ്യേഷൻ ഓഫ് റീപ്ലിക്കേഷൻ, സ്റ്റാർട്ട് ഓഫ് റീപ്ലിക്കേഷൻ എന്ന് പറയും. 2, സെലക്റ്റബിൾ മാർക്കർ. പ്രധാനമായിട്ടും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് ആണ്. ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ്, ഇത്തരം ജീൻസ് ആണ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഐഡൻറ്റിഫൈയിങ് ട്രാൻസ്ഫോർമെൻസ് ഫ്രം നോൺ ട്രാൻസ്ഫോർമെൻസ്. ട്രാൻസ്ഫോർമെൻസിനെ നോൺ ട്രാൻസ്ഫോർമെൻസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. 3ാമത്തെ ഫീച്ചർ, ക്ലോണിംഗ് സൈറ്റ്. മെനി കോപ്പീസ് ഓഫ് ഫോറിൻ ജീൻ ഒക്കേഴ്സ് ഇൻ ദ സീക്വൻസ് ഓഫ് പ്ലാസ്മിഡ്. ഒരു പ്രത്യേക ഫോറിൻ ജീനിൻ്റെ മെനി കോപ്പീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ളൊരു സൈറ്റാണ് ക്ലോണിംഗ് സൈറ്റ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഇനാക്ടിവേറ്റിംഗ് എൻസൈം പ്രൊഡ്യൂസിങ് ജീൻ ആൻഡ് ഇൻസേർട്ട് ഫോറിൻ ജീൻ. അവിടെ ബീറ്റ ഗാലക്ടോസൈഡേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെ. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ റീകോമിനൻസ് ഫ്രം നോൺ റീകോമിനൻസ്. റീകോമിനൻസിനെ നോൺ റീകോമിനൻസ് നിന്ന് വേർതിരിച്ച് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ബെസ്റ്റ് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്. റീകോമിനൻസ് അപ്പിയേഴ്സ് ആസ് വൈറ്റ് കളേർഡ് കോളനീസ് ആൻഡ് നോൺ റീകോമിനൻസ് അപ്പിയേഴ്സ് ആസ് ബ്ലൂ കളേർഡ് കോളനീസ്. കളർ നോക്കി റീകോമിനൻസിനെയും നോൺ റീകോമിനൻസിനെയും വേർതിരിക്കാൻ കഴിയുന്നു. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ. പ്ലാന്റ്സിലേക്ക് അഗ്രോ ബാക്ടീരിയമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വെക്ടറായിട്ട് അഗ്രോ ബാക്ടീരിയത്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ TI പ്ലാസ്മിഡാണ് ഫോറിൻ ജീനെ ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എനിമൽസിലേക്ക് റീട്രോ വൈറസുകളെയാണ് വെക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ. എനിമൽസിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് മൈക്രോ ഇഞ്ചക്ഷൻ എന്നുള്ളതാണ്. പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡ്. ഇവിടെ RDNA ഗോൾഡൻ ഓർ ടങ്സ്റ്റൺ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് കോട്ട് ചെയ്യുകയും ഹൈ വെലോസിറ്റിയിലെ പ്ലാന്റ് സെല്ലിൽ ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുകയുമാണ്. ഇങ്ങനെ 2 മെത്തേഡാണ് പറയുന്നത്. നെക്സ്റ്റ്,
PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇതിൻ്റെ മെയിൻ എയിം ആംപ്ലിഫൈ DNA അപ് ടു 1 ബില്യൺ കോപ്പീസ് എന്നുള്ളതാണ്. 3 സ്റ്റെപ്പുകളാണ്: ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് ആവശ്യമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ടാക്ക് പോളിമറൈസ്. കൂടാതെ എൻസൈം വേർതിരിച്ചെടുക്കുന്ന ബാക്ടീരിയം തെർമസ് അക്വാറ്റിക്കസ് എന്നുള്ള തെർമോഫിലിക് ബാക്ടീരിയയിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇവിടെ പിക്ചേഴ്സ് കൊടുത്ത് ചോദ്യം വരാറുണ്ട്. പ്രധാനമായിട്ടും സ്റ്റെപ്പുകളാണ് പിക്ചേഴ്സിൽ കൊടുക്കാറുള്ളത്. നെക്സ്റ്റ്, കോമ്പറ്റീറ്റീവ് ഹോസ്റ്റ്. DNA ഹൈഡ്രോഫിലിക് ആയതുകൊണ്ട് അത് ലിപ്പിഡ് മെംബ്രെയിനിലൂടെ എളുപ്പത്തിൽ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ സെല്ലിലെ പോഴ്സ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഈ കോമ്പറ്റീറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ബാക്ടീരിയ ടു ഗെറ്റ് rDNA ഫ്രം ഔട്ട്സൈഡ് ദ സെൽ. ഇവിടെ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റുകളാണ് കൊടുക്കുന്നത്? ഇവിടെ ബാക്ടീരിയൽ സെൽ ആൻഡ് rDNA സബ്ജക്റ്റഡ് ടു ഡൈവാലൻ്റ് കാൽസ്യം അയോൺ ട്രീറ്റ്മെൻറ്റ് ആദ്യത്തെ പ്രക്രിയയാണ്. അതിനുശേഷം then placed on ice followed by 42 degree Celsius treatment, then put back on ice. ഈ 3 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇറ്റ് മേക്സ് പോഴ്സ് ഓൺ ബാക്ടീരിയൽ സെൽ വാൾ ത്രൂ വിച്ച് ബാക്ടീരിയ ക്യാൻ ടേക്ക് DNA ഡയറക്ട്ലി ഫ്രം ഔട്ട്സൈഡ് മീഡിയം. നെക്സ്റ്റ്, ബയോറിയാക്ടർ. ഒരു ബയോറിയാക്ടറിൻ്റെ പാർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഇറ്റ് ഈസ് ദ ലാർജ് കൾച്ചർ വെസൽ യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് റീകോമിനൻ്റ് പ്രോട്ടീൻ, എൻസൈം എറ്റ്സെട്ര. ഒരു ബയോറിയാക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളതാണ്. നെക്സ്റ്റ്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. ഇവിടെ ആദ്യം അഡ്വാൻറ്റേജസ് ഓഫ് GM പ്ലാന്റ്സ്. മിനിമം ഒരു 4 അഡ്വാൻറ്റേജ് എങ്കിലും പഠിച്ചിരിക്കണം. ആദ്യം റെഡ്യൂസ് ദ റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. രണ്ടാമത്തെ, ടോളറൻറ്റ് ടു ആബിയോട്ടിക് സ്ട്രെസ്. ഡ്രൗട്ട്, കോൾഡ്, സലിനിറ്റി തുടങ്ങിയ സ്ട്രെസ് കണ്ടീഷനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന പ്ലാന്റ്സ്. ഇൻക്രീസ് ദ ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്, പ്രധാനമായിട്ടും ഗോൾഡൻ റൈസ്. നാലാമത്തേത്, റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, BT കോട്ടൺ. BT സ്റ്റാൻഡ്സ് ഫോർ ബാസിലസ് തുരിഞ്ചെൻസിസ്. ട്രാൻസ്ജെനിക് കോട്ടൺ പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് കോട്ടൺ പ്ലാന്റ് എന്ന് പറയുന്നു. ഇവിടെ ബാക്ടീരിയയിൽ നിന്ന് ക്രൈജീൻ കോട്ടൺ പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ കോട്ടൺ പ്ലാന്റ്സിലെ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആൽക്കലൈൻ pHൽ സോൾബിലൈസ് ആവുകയും അങ്ങനെ ഇൻസെക്റ്റ് ഗട്ടിലെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ വാൾസിലെ പോഴ്സ് ഉണ്ടാക്കുന്നു. ഇറ്റ് റിസൾട്ട് സ്വെല്ലിംഗ്, ലൈസിസ് ആൻഡ് ഡെത്ത് ഓഫ് ഇൻസെക്റ്റ്. ഇതിൽ പ്രത്യേകമായിട്ടുള്ള ചില ജീനുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു, ചില പ്രത്യേക പാത്തോജനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ക്രൈവൺ AC കൺട്രോൾ കോൺ ബോറേഴ്സ്. ക്രൈവൺ AB, ക്രൈ2 AC കൺട്രോൾ ബോൾവേംസ്. ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ്, RNA ഇൻ്റർഫിയറൻസ് ഓർ RNAi ഓർ RNA സൈലൻസിങ്. ടുബാക്കോ പ്ലാന്റ്സിലെ ഈൽഡ് കുറയ്ക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു നെമറ്റോഡിനെ നശിപ്പിക്കുന്നതിനാണ് ഈ പ്രക്രിയ ഉപയോഗിക്കുന്നത്. നെമറ്റോഡിനെ പറയുന്ന പേര് മെലോയിഡിഗൈൻ ഇൻകൊഗ്നിഷ്യ. ഇത് ടുബാക്കോ പ്ലാന്റ്സിൻ്റെ റൂട്ടിനെയാണ് ആക്രമിക്കുന്നത്. ഈ മെത്തേഡ് എന്താണ്? ഇറ്റ് ഈസ് ദ സൈലൻസിങ് mRNA ഓഫ് നെമറ്റോഡ് ബൈ യൂസിങ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA. നെമറ്റോഡിൻ്റെ mRNA ഡീഗ്രേഡ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ്, ട്രാൻസ്ലേഷൻ തുടങ്ങിയവ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇതിലൂടെ നടക്കുന്നത്. നെമറ്റോഡ് സ്പെസിഫിക് ജീൻസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഹോസ്റ്റ് പ്ലാന്റ് ബൈ യൂസിങ് അഗ്രോബാക്ടീരിയം വെക്ടർ. അഗ്രോബാക്ടീരിയം വെക്ടറിൻ്റെ സഹായമാണ് ഇവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് റിസൾട്ട് സെൻസ് RNA ആൻഡ് ആൻറ്റി സെൻസ് RNA. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ. ഇവിടെ നോൺ ഹ്യൂമൻ സോഴ്സിൽ നിന്ന് ഇൻസുലിൻ വേർതിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനുഷ്യരിൽ അലർജിക് ഡിസീസിന് അത് കാരണമായിരുന്നു. 1983 അമേരിക്കൻ കമ്പനി എലിലിലി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ് ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ ആദ്യമായി ഉണ്ടാക്കിയത്.
ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് ജീൻസ്, നെക്സ്റ്റ് ഇൻസെർഷൻ ഓഫ് ഡിസൈർഡ് ജീൻസ് ഇൻ ടു പ്ലാസ്മിഡ്സ് ഓഫ് ഈക്കോളൈ, ഇൻട്രൊഡക്ഷൻ ഓഫ് പ്ലാസ്മിഡ്സ് ഇൻ ടു ഈക്കോളൈ സെൽ, ദെൻ polypeptide chains A and B are collected, separated and connected together by disulfide bridge to form insulin. ഈ മെത്തേഡാണ് ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നാച്ചുറലി ഒക്കറിംഗ് ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ആസ് പ്രോ ഹോർമോൺ, ഇറ്റ് കണ്ടെയ്ൻസ് എക്സ്ട്രാ സി പെപ്റ്റൈഡ്, ഇറ്റ് ഈസ് റിമൂവ്ഡ് ഡ്യൂറിംഗ് ദ മെച്ചുറേഷൻ. ഇൻസുലിൻ പ്രോസസ്സിംഗ് സമയത്ത് എക്സ്ട്രാ സി പെപ്റ്റൈഡ് നീക്കം ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ഒരു ഫങ്ഷണൽ ഓർ മെച്ചുർ ഇൻസുലിൻ ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, ജീൻ തെറാപ്പി. ഇറ്റ് ഈസ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫോൾട്ടി ജീൻ ബൈ ഫങ്ഷണൽ ജീൻ. തകരാറ് വന്ന ജീനിനെ ഫങ്ഷണൽ ജീൻ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്ന രീതിയാണ് ജീൻ തെറാപ്പി. ആദ്യമായി ADA ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടാണ് ജീൻ തെറാപ്പി വന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ തകരാറിലാക്കുന്ന ഒരു ഡിസീസുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗിന് മുൻപ് ഇത്തരം ഡെഫിഷ്യൻസി പരിഹരിച്ചിരുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി തുടങ്ങിയ രീതിയിലൂടെയായിരുന്നു. ആഫ്റ്റർ ജനറ്റിക് എഞ്ചിനീയറിംഗ് എങ്ങനെയായിരുന്നു? ലിംഫോസൈറ്റ്സ് കൾച്ചേർഡ് ആൻഡ് ഇൻ ടു ദിസ് ഫങ്ഷണൽ ADA-cDNA ഇൻസേർട്ടഡ് ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു പേഷ്യൻസ് ബോഡി. അങ്ങനെ ഫങ്ഷണൽ ADA-cDNA ഇൻട്രൊഡ്യൂസ് ചെയ്ത ലിംഫോസൈറ്റുകളെ തിരിച്ച് പേഷ്യൻസിൻ്റെ ബോഡിയിലേക്ക് എടുക്കുകയാണ്. ഇവിടെ പെർമനൻ്റ് ക്യൂറായി പറയുന്നത് ഫങ്ഷണൽ ADA-cDNA ഇൻസേർട്ടഡ് ഇൻ ടു എംബ്രിയോണിക് സ്റ്റേജ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ജീൻ തെറാപ്പിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, മോളിക്കുലർ ഡയഗ്നോസിസ്. ഏർലി ഡയഗ്നോസിസ് ഈസ് പോസിബിൾ ബൈ PCR, ELISA, റീകോംബിനൻ്റ് DNA ടെക്നോളജി. ഈ 3 രീതികളാണ് ഡയഗ്നോസ് ചെയ്യുന്നതിന് എളുപ്പമായിട്ടുള്ള മാർഗങ്ങൾ. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്ജെനിക് എനിമൽസ്. ഒരു 4 പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്, സ്റ്റഡി ഓഫ് ഡിസീസ്, പ്രധാനമായിട്ടും അൽഷിമേഴ്സ്, അതുപോലെ തന്നെ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സിസ്റ്റിക് ഫൈബ്രോസിസ് തുടങ്ങിയ നിരവധി രോഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ട്രാൻസ്ജെനിക് അനിമൽസിനെ മോഡൽസായിട്ട് യൂസ് ചെയ്യുന്നു. മൂന്നാമത്തേത് ബയോളജിക്കൽ പ്രൊഡക്ട്സ്. ഇവിടെ α1 ആൻറ്റിട്രിപ്സിൻ ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് എംഫസീമ. അതുപോലെ തന്നെ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ, ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ഹ്യൂമൻ ബേബീസ് ദാൻ നാച്ചുറൽ കൗ മിൽക്ക്. ഇത്തരം കാര്യങ്ങൾ പ്രൊഡക്ട്സിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ലാസ്റ്റ് പോയിന്റ്, കെമിക്കൽ ആൻഡ് വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിംഗ്. ഇവിടെ പ്രധാനമായിട്ടും നോൺ ട്രാൻസ്ജെനിക് അനിമൽസ് കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസ്ജെനിക് അനിമൽസ് കുറച്ചും കൂടി സെൻസിറ്റീവാണ് എന്നുള്ളതാണ് പ്രത്യേകത. നെക്സ്റ്റ്, GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സെറ്റപ്പ് ഓർഗനൈസേഷൻസ്. അങ്ങനെയുള്ളൊരു ഓർഗനൈസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണ്? ദേ ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ദ വാലിഡിറ്റി ഓഫ് GM റിസർച്ച്. ഇതൊന്നാമത്തേതാണ്. രണ്ടാമത്തേത്, സേഫ്റ്റി ഓഫ് ഇൻട്രൊഡ്യൂസിങ് GM ഓർഗാനിസംസ് ഫോർ പബ്ലിക് സർവീസസ്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ബയോ പാറ്റന്റ്. ദ റൈറ്റ് ഗ്രാൻഡഡ് ടു ഇൻവെൻറ്റർ ഫോർ ബയോളജിക്കൽ എൻറ്റിറ്റീസ്, പ്രൊഡക്ട്സ്, ടെക്നോളജീസ് തുടങ്ങിയവയ്ക്ക് കൊടുക്കുന്ന പാറ്റൻ്റാണ് ബയോ പാറ്റന്റ്. ബസുമതി റൈസിലെ അമേരിക്കൻ കമ്പനി പാറ്റന്റ് എടുത്തു എന്നുള്ള വസ്തുത നമുക്കറിയാവുന്നതാണ്. ബയോ പൈറസി. ഇറ്റ് ഈസ് ദ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ആൻഡ് ട്രഡീഷണൽ നോളേജ് വിത്തൗട്ട് കോമ്പൻസേറ്ററി പേയ്മെൻറ്റ്. ഈ 2 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്. ഇവിടെ ഏജ് പിരമിഡിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുകയാണ്. പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. ഈ പിരമിഡുകൾ കൊടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് സാധാരണ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പിരമിഡുകൾ പ്രത്യേകം നോക്കി വയ്ക്കണം. നെക്സ്റ്റ്,
4 basic process influence population density or population growth. പ്രധാനമായിട്ടും ഇമിഗ്രേഷൻ, നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, എമിഗ്രേഷൻ, ഇങ്ങനെ 4 പ്രോസസ്സാണ് പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലേഷനിലേക്ക് ആളുകൾ വന്നു ചേരുന്നതാണ്. എമിഗ്രേഷൻ ഒരു പോപ്പുലേഷൻ ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മോർട്ടാലിറ്റി ഡെത്ത് റേറ്റ് എന്ന് പറയും, നേറ്റാലിറ്റി ബർത്ത് റേറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ 2 തരം ഗ്രോത്ത് കൊടുത്തിരിക്കുന്നു. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, ലോജിസ്റ്റിക് ഗ്രോത്ത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിന് ജെ ഷേപ്ഡ് കർവും ലോജിസ്റ്റിക് ഗ്രോത്തിന് സിഗ്മോയിഡ് കർവുമാണ്. ഇവിടെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൻ്റെ ഇക്വേഷനാണ് dn/dt = Rn. R എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, n പോപ്പുലേഷൻ ഡെൻസിറ്റി. നെക്സ്റ്റ് ലോജിസ്റ്റിക് ഗ്രോത്തിൻ്റെ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നു dn/dt = Rn × k - n/k. ഇവിടെ പ്രത്യേകമായി k എന്താണ്? ക്യാരിയിങ് കപ്പാസിറ്റി. ദ ഗിവൺ ഹാബിറ്റാറ്റ് ഹാസ് കപ്പാസിറ്റി ടു സപ്പോർട്ട് ദ മാക്സിമം പോസിബിൾ നമ്പർ എന്നുള്ളതാണ് ഇവിടെ ക്യാരിയിങ് കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കൊമൻസാലിസം. ഇറ്റ് ഈസ് ദ ഇൻട്രാക്ഷൻ ഇൻ വിച്ച് വൺ സ്പീഷീസ് ബെനിഫിറ്റ്സ് ആൻഡ് അതർ ഈസ് നൈദർ ഹാംഡ് നോർ ബെനിഫിറ്റഡ്. ഒരു സ്പീഷീസിന് മാത്രം ബെനിഫിറ്റ്, മറ്റൊരു സ്പീഷീസിന് ഗുണവുമില്ല ദോഷവുമില്ല എന്നുള്ള രീതിയിലാണ്. 4 പ്രധാനപ്പെട്ട എക്സാമ്പിൾ പ്രത്യേകമായി പഠിച്ച് വെക്കേണ്ടതാണ്. An epiphytic orchid on a mango branch, barnacle growing on the back of a whale, the cattle egret and grazing cattle. 4ാമത്തേത് interaction between sea anemone with stinging tentacles and the clownfish. ഇവിടെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ്റെ ഒരു ഇൻട്രാക്ഷൻ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. മ്യൂച്വാലിസവും കോമ്പറ്റീഷനും പ്രൊഡേഷനും പാരസൈറ്റിസും കൊമൻസാലിസം അമെൻസാലിസം ഓരോ ഇൻട്രാക്ഷൻ്റെയും ബെനിഫിറ്റ് ഉണ്ടോ, ഡെട്രിമെൻ്റൽ ഇഫക്റ്റ് ആണോ, ന്യൂട്രൽ ഇഫക്റ്റ് ആണോ എന്നുള്ളത് ഈ ചാർട്ട് നോക്കി കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നെക്സ്റ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് പാരസൈറ്റിസം. പാരസൈറ്റിസിന് ഫേവർ ചെയ്യുന്ന അഡാപ്റ്റേഷൻസ് ഏതെല്ലാമാണ്? 1ാമത്തേത് ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ. 2ാമത്തേത് പ്രസൻസ് ഓഫ് സക്കേഴ്സ് ടു ക്ലിങ് ഓൺ ടു ദ ഹോസ്റ്റ്. 3ാമത്തേത് ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. 4ാമത്തേത് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. നെക്സ്റ്റ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഫോമിലുള്ള ഇക്വേഷനാണ്. Nt = N0 e⁻RT. ഇതിൽ ഓരോ ലെറ്റേഴ്സും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കാറുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. Nt പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം t, N0 പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം 0, R ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, E ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതംസ്. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്ററാണിത്, എക്കോ സിസ്റ്റം. എക്കോ സിസ്റ്റത്തിൽ ആദ്യം പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ്. അതിൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നാൽ എന്ത്? ഇറ്റ് റെഫേഴ്സ് ടു ടോട്ടൽ എമൗണ്ട് ഓഫ് ഫുഡ് ഫോംഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ്. ഒരു കാലയളവിൽ ഉണ്ടാകുന്ന ഓർഗാനിക് മാറ്ററിൻ്റെ ആകെ തുകയാണ്. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഇറ്റ് റിഫേഴ്സ് ടു ഗ്രോസ് പ്രൊഡക്ഷൻ മൈനസ് ലോസസ് ബൈ റെസ്പിറേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ. ഇവിടെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നു. NPP = GPP - R. NPP നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, GPP ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, R റെസ്പിറേഷൻ. നെക്സ്റ്റ് ഡീകമ്പോസിഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ബ്രോക്കൺ ഇൻ ടു സിംപ്ലർ ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. ഈ ഡീകമ്പോസിഷനിലെ 5 സ്റ്റെപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഡെട്രിറ്റസ്, ലീച്ചിങ്, കാറ്റാബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഇവിടെ ബയോളജിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹ്യൂമിഫിക്കേഷനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? കൈറ്റിൻ, ലിഗ്നിൻ റിച്ച് ഡെട്രിറ്റസ് ആണെങ്കിൽ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ സ്ലോ ആയിരിക്കും.
നൈട്രജനസ് കോമ്പൗണ്ട്സും വാട്ടർ സോളുബിൾ ഷുഗേഴ്സും ആണെങ്കിൽ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആയിരിക്കും, ക്വിക്കായിരിക്കും. ഇതാണ് കെമിക്കൽ കോമ്പോസിഷനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ആണ്. ലോ ടെമ്പറേച്ചർ ആൻഡ് അനേറോബിക് കണ്ടീഷൻ ആണെങ്കിൽ ലോ റേറ്റ് ആണ് ഡീകമ്പോസിഷൻ്റേത്. വാം കണ്ടീഷനും അതുപോലെ തന്നെ എയറോബിക് ആയിട്ടുള്ള സ്റ്റേറ്റുമാണെങ്കിൽ ഡീകമ്പോസിഷൻ റേറ്റ് ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് DFC GFC തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഡെഡ് ഓർഗാനിക് മാറ്റർ ഓർ ഡെട്രിറ്റസ്. അവിടെ നിന്നാണ് ഫുഡ് ചെയിൻ ആരംഭിക്കുന്നത്. GFC ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പ്രൊഡ്യൂസേഴ്സ്. നെക്സ്റ്റ് സ്റ്റാൻഡിംഗ് ക്രോപ്പ്. Each trophic level has certain mass of living material at a particular time called as standing crop. ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഒരു ട്രോഫിക് ലെവലിൽ ലഭ്യമായിട്ടുള്ള ബയോമാസ് അല്ലെങ്കിൽ ലിവിങ് മെറ്റീരിയലാണ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്നറിയപ്പെടുന്നത്. എന്താണ് 10% ലോ? റെയ്മണ്ട് ലിൻഡമാൻസ് 10% ലോ ഇൻ ഫുഡ് ചെയിൻ എനർജി ട്രാൻസ്ഫർ ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു ദ നെക്സ്റ്റ് ഈസ് 10% എന്നുള്ളതാണ്. അതായത് പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷ്യറി കൺസ്യൂമർ, ഇങ്ങനെ വിവിധ സ്റ്റെപ്പുകളിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് 10% മാത്രമാണ്. പ്രൈമറി കൺസ്യൂമറിൽ 5000 കിലോ ജൂൾ ആണെങ്കിൽ സെക്കൻഡറി കൺസ്യൂമറിൽ 500 കിലോ ജൂൾ എന്ന രീതിയിലാണ്. നെക്സ്റ്റ് എക്കോളജിക്കൽ പിരമിഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്രൈറ്റ് പിരമിഡ് കാണാൻ കഴിയും. ഇൻവേർട്ടഡ് പിരമിഡ് പ്രത്യേകമായി ബയോമാസ് പിരമിഡിലാണ് കാണുന്നത്. നെക്സ്റ്റ് പിരമിഡ് ഓഫ് ബയോമാസ്. ദ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ ഈസ് ഇൻവേർട്ടഡ് ബിക്കോസ് ദ ബയോമാസ് ഓഫ് ഫിഷസ് ഈസ് മോർ ദാൻ ഫൈറ്റോപ്ലാങ്ക്ടൺ എന്നുള്ളതുകൊണ്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ഥിരമായി എക്സാമിനേഷന് വരാറുള്ള ക്വസ്റ്റ്യനാണ്. പിരമിഡ് ഓഫ് എനർജിയും ഇതുപോലെ തന്നെയാണ്. അപ്രൈറ്റ് പിരമിഡ് എന്നുള്ളതാണ് പ്രത്യേകത. ബിക്കോസ് എനർജി ലെവൽ ഡിക്രീസസ് ഇൻ സക്സസീവ് ട്രോഫിക് ലെവൽ. സം എനർജി ഈസ് ഓൾവേസ് ലോസ്റ്റ് ആസ് ഹീറ്റ് അറ്റ് ഈച്ച് സ്റ്റെപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനായിട്ട് ഉള്ളത്. മിക്കവാറും പാഠഭാഗങ്ങളെല്ലാം ഇതിലൂടെ പൂർത്തിയായി എന്നാണ് വിശ്വസിക്കുന്നത്. മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളെ അനലൈസ് ചെയ്തിട്ടാണ് ഈ തരത്തിലുള്ള പാഠഭാഗങ്ങൾ വിവരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മുഴുവൻ മാർക്ക് നേടാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.